നോക്കിയേ, ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടാ? വെള്ളവും ചെടിയും അല്ലാണ്ട് അതിൻ്റെ നടക്കുന്ന രണ്ട് തല പൊങ്ങി വരുന്നുണ്ടാ? അത് രണ്ട് പാമ്പാണ്. മുമ്പൊക്കെ ഇങ്ങനെ കണ്ടാലേ ഞാൻ വിചാരിക്കലേ പാമ്പാണ് ചേരലെന്നാന്നേ. അത് ഏതെല്ലാം പാമ്പ്? മൂർക്കം പാമ്പ്, ചേരപ്പാമ്പോ. അപ്പം അതിൻ്റെ ഭാഗത്തേക്ക് പോവില്ലേ? ആ പാമ്പിൻ്റെ ഭാഗത്ത് പോയാലേ അത് വന്ന് കടിക്കും. അവരെ ഡിസ്റ്റർബ് ചെയ്തിട്ട് അവൻ്റെ റൊമാൻറ്റിക് ടൈം നമ്മൾ ഇടങ്ങേറാക്കി നേരിച്ചിട്ട് അങ്ങനെയാണെന്ന് പോയില്ല. പക്ഷെ ചില ബിരുദന്മാർ ഒളിഞ്ഞു നോക്കുവേ. അധികമുള്ളത് അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടായതേ. പിന്നെയാണ് ഇതിൻ്റെ പിറകിൽ സത്യം എനിക്ക് മനസ്സിലായത്. ഇത് രണ്ട് ചേരപ്പാമ്പാന്ന്. അതും രണ്ട് ആൺപാമ്പുകൾ, അല്ലാണ്ട് ഒരു മൂർക്കം പാമ്പോ ഒരു ചേരപ്പാമ്പല്ലോ. മുമ്പൊക്കെ ഞാൻ വിചാരിക്കുന്ന കേക്കലേ പിന്നെ ചേരപ്പാമ്പിൻ്റെ ഭാര്യയാണ് മൂർക്കം പാമ്പ് എന്നാണ്. പിന്നെയാണ് അതൊക്കെ എനിക്ക് മനസ്സിലായതേ. അപ്പോൾ ഇവർ ഈ അടി കൂടുന്നത് എന്തെന്ന് അറിയോ? ഇവർ ഇണചേരലല്ല, ഇവർ തമ്മിലുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കാം. ആധിപത്യം സ്ഥാപിക്കൽ എന്തിനാന്നൊക്കെ വെച്ചാൽ, ഒന്ന് ചില ഏരിയകൾ ഇവരിതാണ് എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് നീ വരാൻ വേണ്ടി പാടില്ല. പിന്നെന്ന് വെച്ചാൽ ഇണക്ക് വേണ്ടിയിട്ടും ഇവർ ഇതേപോലെ അടികൂടും പോലെ. അപ്പോൾ ഈ അടികൂടൽ എപ്പോൾ തീരാന്നറിയോ? ഇവരിങ്ങനെ അടികൂടി ക്ഷീണിച്ച് ഏത് പാമ്പിൻ്റെ തലയാണോ താഴ്ന്നു പോകുന്നത് ആ പാമ്പ് തോൽവി സമ്മതിച്ച് അങ്ങനെ അങ്ങ് നാണം കെട്ടങ്ങ് ഇറങ്ങിപ്പോവും. അപ്പം ഇങ്ങനെ ഒരു സംഭവം എനിക്കിപ്പോൾ നമ്മൾ തോട്ടിൽ കാണിച്ചു തന്നിട്ട് എൻ്റെ മോനാണ്. ഓൻ കളിക്കുമ്പോൾ കണ്ടിട്ട് എന്നോട് വന്നിട്ട് അമ്മ രണ്ട് പാമ്പതാമ്മ കളിക്കുന്നത്. ഞാൻ പോയി നോക്കുമ്പോൾ ഇതാ സംഭവം. എന്നിട്ട് ഞാൻ പിന്നെ കുറേ സമയം അവിടെ നോക്കിയെന്ന്. ഇവർ നമ്മളെ തന്നെ നോക്കുന്നുണ്ടേ. ഇവരടി കൂടുന്നതിലിടക്ക് ഒരിക്കൽ ഞാൻ വിചാരിച്ച് മതി അവരിടയ്ക്ക് ഒരു മധ്യസ്ഥം പറയാൻ പോയാലോ. പിന്നെ വിചാരിച്ച് വെറുതെ എന്തിനാ വയ്യാവേലി എടുത്ത് തലയിൽ വെക്കുന്നത്. ഞാനും മോൻ എന്നിട്ട് മെല്ലെ അവിടുന്ന് പോയെന്നൊന്നും പറയാൻ കഴിയില്ല. കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് നമ്മൾ ആദ്യം വന്ന് നോക്കി. അപ്പോൾ ഒരാൾ തോറ്റ് പിന്മാറിയിട്ടുണ്ട്. പക്ഷെ ഇവർ നമ്മളെ നോട്ടിട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ മോൻ എന്നോട് ദേഷ്യം പിടിക്കുമ്പോൾ എന്നോട് പറയുവേ, ഞാൻ എന്നെ തോട്ടിൽ പോയി ചാടുവേ എന്നുവെച്ചാൽ പാമ്പനെ കടിച്ചോട്ട് എന്ന്. അപ്പോൾ ഒരാൾ തോറ്റ് പിന്മാറി പോയിട്ടുണ്ട് കേട്ടോ.